ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ ഒരു സ്പീക്കീസിയുടെ രീതി എങ്ങനെയാണ്? സ്പീക്കേഴ്സിക്ക് 2 രൂപത്തിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഉടനീളം ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. അവിടെ ഓഫ്ലൈൻ ബ്രാഞ്ച് അവിടെ ഡയറക്റ്റ് വന്നിട്ട് അവർക്ക് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അതേമാതിരി തന്നെ നമുക്കും ഓൺലൈനായിട്ടും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിലൂടെയാണ് പഠിപ്പിക്കുന്നത്. മൊബൈൽ ആപ്പ് ഉണ്ടാകും. ആപ്പിൽ ഇതുപോലുള്ള 20 കോഡുകളും കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോ ക്ലാസ്സസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് കാണാം. അഡീഷണലി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കോൺസെപ്റ്റ് മാത്രം ഉണ്ടായ പോരല്ലോ, അത് പ്രാക്ടീസ് ചെയ്യണ്ടേ. പ്രാക്ടീസ് ചെയ്യാന്നുള്ള വളരെ ക്രൂഷ്യൽ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻറ്റിനും ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്പീക്കീസിൽ വന്ന് ഇംഗ്ലീഷ് പഠിച്ച ഒരാളെന്ന് വിചാരിക്കും, ഒരു 3-4 വർഷമായി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു വേറെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, ഞാൻ ഇംഗ്ലീഷൊക്കെ ഒന്ന് മറന്നുപോയെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നീടൊന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റി നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടോ? 2 രീതിയിൽ അവർക്ക് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ചകളിലൊക്കെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടത്. ഇംഗ്ലീഷ് ക്ലബ്ബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരമാണത്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇനി 20 കോഡുകളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കും. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET.